വാടാ വാടാ, എന്തുവാടാ ഇത്? കാപ്പിയാണേ. എടാ ആഫ്രിക്കൻ മങ്കി, എന്തോ നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? അയ്യോ, ഞാൻ വിജയ കാപ്പി കൊണ്ടുവന്നല്ലോ. എന്നാലേ ഈ കാപ്പി നീ തന്നെ കുടിക്കുന്നത്, മുഴുവൻ നീ തന്നെ. ഈ മുഴുത്ത ഭ്രാന്തനെ ശുശ്രൂഷിക്കാൻ ഏത് പെണ്ണാണ് തയ്യാറായിരിക്കുക? ആരെങ്കിലും തയ്യാറായി വന്നാലോ? വരും വരും. അതിരിക്കട്ടെ, ഇത്രയും നാളായിട്ട് വിജയന്റെ മുറിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ നിനക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, എന്നെ കൊണ്ടല്ല, അയാളുടെ തല്ലുകൊണ്ട് ചാകാൻ. എന്നാ അതുപോലെ തന്നെയാണ്. പ്രാണൻ കൊതിയുള്ള ആരും ഇതിന് തയ്യാറാവില്ല. പാട്ടുപാടി ഭ്രാന്ത് മാറ്റാൻ മോനെ, ആ പരീക്ഷണം വിജയിച്ചാൽ നിന്റെ അന്യം രക്ഷപ്പെടും. അച്ഛാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. നീ പറയരുതാത്തത് പറയുന്നത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അവൻ നിന്റെ കൂടപ്പുറപ്പല്ലേ മോനെ? അമ്മേ, ഈ ഭ്രാന്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ ഏതെങ്കിലും പെണ്ണ് വരുമോ? ആരെങ്കിലും വരും മോനെ. ആര് വരുമെന്ന് അമ്മ പറയുന്നത്? നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം മോനെ. ലക്ഷ്മി, എന്റെ അനന്തരവൾ തുളസിയോടൊന്ന് ചോദിക്കാലോ. അവൾ സംഗീത അഭ്യസിച്ചോളാണ്. ശരിയാണമ്മേ, അന്ന് അപ്പച്ചിയുടെ കൂടെ വന്നപ്പം തുളസി നന്നായിട്ട് പാടി. പക്ഷേ അവൾ ഇക്കാര്യത്തിന് വരൂ മോനെ? നീ ഇന്ന് തന്നെ ഒന്ന് പോയി ചോദിച്ചു നോക്കാം. എനിക്കിന്ന് ഫാക്ടറിയിൽ ഒത്തിരി ജോലി ഉണ്ടെന്നേ. ഇപ്പം തന്നെ സമയം വൈകിയിരിക്കുകയാണ്. ഞാൻ പോകണം കേട്ടോ.